സമ്പത്തും സന്താനങ്ങളും അത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. ആഖിറത്തിൽ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. സന്താനങ്ങളെ കൊണ്ട് രക്ഷ കിട്ടുമോ? ഇല്ല. എത്ര സന്താനങ്ങളുള്ള ആളുകളുണ്ട് അവിടെ പരാജയപ്പെടുന്നവർ. സമ്പത്ത് എത്ര കുമിഞ്ഞുകൂടി നിന്ന ആളുകളുണ്ട് അവിടെ പരാജയപ്പെടുന്നവര്. നല്ല തൗറാത്തിൽ വിവരമുള്ള ആളായിരുന്നില്ലേ ഖാറൂൻ? മൂസാ നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ തൗറാത്തിൽ നല്ല പ്രാവീണ്യമായിരുന്നു ഖാറൂന്. തൗറാത്ത് വായിച്ചു കൊടുക്കാനും കേൾപ്പിച്ചു കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും കഴിവുണ്ടായിരുന്നു. സമ്പത്തിന്റെ പളവളപ്പിൽ അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോ അള്ളാഹു ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തിക്കളഞ്ഞു. അവന്റെയും അവന്റെ കൊട്ടാരത്തെയും അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തി. സമ്പത്തിന്റെ ഹുങ്കുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റണമെങ്കിൽ ഖാറൂന് രക്ഷപ്പെടണ്ടേ? ആദിന്റെ മക്കളല്ലേ ശദീദും ശദ്ദാദും? 300 വർഷമെടുത്ത് ഭൂമിയിൽ സ്വർഗം പണിതവരല്ലേ ശദ്ദാദ്? ആ ശദ്ദാദിന് എത്രമാത്രം വലിയ ഹുങ്കായിരുന്നു. ഭൂമിയിൽ അല്ലാഹു തആല ആഖിറത്തിൽ സെറ്റപ്പ് ആക്കുന്നൊരു സ്വർഗം പോലെ ഒരു സ്വർഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് സ്വർഗം നിർമ്മിച്ചു. 300 കൊല്ലമാണ് അതിന് എടുത്തത്. എല്ലാവിധ രത്നങ്ങളും മുത്തുകളും രാജാക്കന്മാരിൽ നിന്ന് അങ്ങോട്ട് ഒഴുക്കിയിട്ടുണ്ട്. എത്ര സൗകര്യമുള്ള ആളായിരുന്നു ശദ്ദാദ്. രക്ഷപ്പെടുമോ? സൗകര്യങ്ങളെ പേരിൽ കയറ്റിവിടുമോ? സംവിധാനങ്ങൾ വർദ്ധിച്ചതിന്റെ പേരില്, സന്താനങ്ങളുടെ ബാഹുല്യത്തിന്റെ പേരില് അവിടെ രക്ഷപ്പെടാൻ പഴുതുണ്ടോ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ അതുകൊണ്ട് നന്മയുണ്ടാകും. അതേ തകർത്ത് കളഞ്ഞാലോ എന്നത്തേക്കും അത് ദുരന്തമാണ്. സമ്പത്ത് തകർത്ത് കളഞ്ഞാൽ, സന്താനങ്ങളെ നശിപ്പിച്ചു കളഞ്ഞാൽ, സന്താനമില്ലാത്തവർക്ക് അത്ര പേടിയില്ല. സന്താനമുള്ളവര് സന്താനങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തോന്നിയ ഭാഗത്തേക്ക് അങ്ങ് സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ എവിടെ പോയാലും കുഴപ്പമില്ല മോനെ, വീട്ടിലെ ചെലവ് നീ അങ്ങ് നോക്കിക്കൊള്ളണം. ഒറ്റ നിബന്ധനയേ ഉള്ളൂ. ആധുനിക യുഗത്തിലെ ഉപ്പമാർക്കും ഉമ്മമാർക്കും ചെലവ് നീ അങ്ങ് നടത്തണം. വേണ്ട രൂപത്തിൽ മത്സ്യം വാങ്ങണം, മാംസം വാങ്ങണം, റേഷൻ വാങ്ങണം, മറ്റു വസ്തുക്കളൊക്കെ വാങ്ങണം. ബാപ്പാക്ക് മരുന്നിന് പൈസ കൊടുക്കണം, ഉമ്മാക്ക് മരുന്നിന് പൈസ കൊടുക്കണം. നീ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഏത് ജോലി എടുത്താലും കുഴപ്പമില്ല, എത്ര നേരം വൈകിട്ട് വന്നാലും കുഴപ്പമില്ല. ഒരു താക്കോല് നിന്റെ കയ്യിൽ വെച്ചോ, ഒരു താക്കോല് വീട്ടുകാരുടെ കയ്യിൽ ഉണ്ടാകട്ടെ. എന്നാ പിന്നെ ബെല്ലടിച്ച് മുട്ടിയിട്ട് ഇടങ്ങേറാക്കണ്ടല്ലോ. യഥേഷ്ടം തുറന്ന് അകത്ത് കിടക്കാമല്ലോ.